ഹായ് ഗായ്സ്, എല്ലാവർക്കും സക്സസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളെല്ലാം പ്രീവിയസ് ആയിട്ട് CHSL 2019 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ 12 ഒക്ടോബർ ഫസ്റ്റ് ഷിഫ്റ്റ് ചോദിച്ച ചോദ്യങ്ങളാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ജനറൽ അവയർനെസ്സിൽ 25 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: On 2nd November 2019, who became the first female pilot of the Indian Navy? ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ ഫീമെയിൽ പൈലറ്റായിട്ട് തിരഞ്ഞെടുത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ശിവാംഗി സ്വരൂപ്. ഓപ്ഷൻ എ ശിവാംഗി സ്വരൂപാണ്. നമ്മുടെ നേവൽ ബേസ്, കൊച്ചിയിലെ നേവൽ ബേസിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. രണ്ടാമത്തത്: സഗാദവ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽസ്. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ്? ഇത് സഗാദാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സിക്കിമിലെ ഏറ്റവും വലിയൊരു ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ കൂടിയാണ്. അത് എവിടെയാണ്? അപ്പോൾ സിക്കിമിലാണ്. ഓപ്ഷൻ ബി സിക്കിം, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമായ സിക്കിം. സിക്കിമിൻ്റെ മറ്റു പ്രത്യേകത എന്തൊക്കെയാണ്? സിക്കിമിലെ ഏറ്റവും കുറച്ച് പോപ്പുലേഷനുള്ള സംസ്ഥാനം കൂടിയാണ് ഇത് സിക്കിം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോളിവുഡ് വെറ്ററൻസ് വാസ് ചൂസൺ ഫോർ ദ 66th ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഫോർ 2018? ഇത് ചോദിച്ചിരിക്കുന്നത് ഈ 2019 CHSL 2018 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ആരാണ്? അമിതാഭ് ബച്ചനാണ് എന്ത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2018 കരസ്ഥമാക്കിയത്. ഓക്കെ, അടുത്തത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ലിവർ ബേസിൻ ഇൻ ഇന്ത്യ ദാറ്റ് കവേഴ്സ് 10% ഓഫ് ദ കൺട്രീസ് ഏരിയ? സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഏതാ? ഫസ്റ്റ് ലാർജസ്റ്റ് ഏതാ? നമ്മുടെ സ്വന്തം ഗംഗ അല്ലേ? ഭാരതത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നദിയാണ് ഇത് ഗംഗ. ഗംഗ കഴിഞ്ഞ് രണ്ടാം സ്ഥാനം ഇന്ത്യയിലൂടെ പൂർണ്ണമായി ഒഴുകുന്നതിൽ ഏറ്റവും വലുത് രണ്ടാം സ്ഥാനം ഏതാ? ഗോദാവരിയാണ്. ഗോദാവരി 1465 കിലോമീറ്ററാണ് ഗോദാവരിയുടെ ഇന്ത്യയിലുള്ള നീളം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹു ഫൗണ്ടഡ് ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൽക്കട്ട? കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. PC മഹാലാനോബിസ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രശാന്ത ചന്ദ്ര മഹാലാനോബിസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പിതാവും എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, ഇദ്ദേഹം വെസ്റ്റ് ബംഗാൾക്കാരനായിരുന്നു. അതുകൊണ്ട് കൽക്കട്ടയിൽ ഇദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏട്രിയൽ വാൾ ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് സെക്രീറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പെപ്റ്റൈഡ് ഹോർമോൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഹോർമോൺ? അത് ANF എന്ന് പറഞ്ഞ ഹോർമോണാണ്. നമ്മുടെ ഏട്രിയൽ വാള് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇതിന് വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് അത്. ANF എന്ന് പറഞ്ഞ ഹോർമോണാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ: ഹൗ മെനി ടൈംസ് ഡിഡ് പങ്കജ് അദ്വാനി വിൻ ദ IBSF വേൾഡ് ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ്? പങ്കജ് അദ്വാനി അറിയാം, സ്നൂക്കർ ബില്ലിയാർഡ്സിലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേമസ് ആയ താരമാണ്. അദ്ദേഹത്തിന് ഇതുവരെ എത്ര IBSF വേൾഡ് ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം കിട്ടിയിട്ടുണ്ടെന്നാണ്. അത് ഓപ്ഷൻ ബി ആണ്. 22 പ്രാവശ്യം അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെൻഷൻസ് ദാറ്റ് ദ ലോക്സഭ മസ്റ്റ് ഹാവ് എ സ്പീക്കർ ആൻഡ് എ ഡെപ്യൂട്ടി സ്പീക്കർ? ലോക്സഭയ്ക്ക് ആരാണ്? ലോക്സഭയുടെ മെയിൻ ആരാണ്? ചെയർമാനായിട്ട് ഇരിക്കുന്നത് ആരാ? സ്പീക്കറാണ്. രാജ്യസഭയ്ക്ക് ആരായിരിക്കും? നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാന്ന് വെച്ചാൽ ഓം ബിർള. രാജ്യസഭയുടെ ചെയർമാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈസ് പ്രസിഡന്റായ വെങ്കയ്യ നായിഡു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഈ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 93-ലാണ്. ഓക്കെ, ആർട്ടിക്കിൾ 93-ലാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഈസ് ബി സായ് പ്രണീത് അസോസിയേറ്റഡ്? സായ് പ്രണീത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയാണ് സായ് പ്രണീത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബാഡ്മിൻ്റൺ എന്ന മേഖലയുമാണ്. കളിയിലാണ് ബാഡ്മിൻ്റൺ കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് ആര്? സായ് പ്രണീത്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇൻ വിച്ച് പ്രോസസ് ഈസ് എ പ്രൊട്ടക്റ്റീവ് സിങ്ക് കോട്ടിംഗ് അപ്ലൈഡ് ഓൺ ദ അയൺ ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം റസ്റ്റിംഗ്? നമുക്കറിയാം, റസ്റ്റിംഗ് അതായത് തുരുമ്പെടുക്കുന്നതിൽ നിന്ന് അയണെ രക്ഷിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഏതൊരു പ്രോസസ്സിൽ കൂടിയാണ് രക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗാൽവനൈസേഷൻ എന്ന് പറയും. ഗാൽവനൈസേഷൻ. ഓക്കെ, ഇനി അടുത്ത ദിവസം നോക്കാം. ഹു ബിക്കെയിം ദ ഫസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി ടു വിൻ ദ സർ ഗർഫീൽഡ് സോബേഴ്സ് ട്രോഫി ഫോർ ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ? ആരാണ്? നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി തന്നെയാണ് ഈ അവാർഡ് കരസ്ഥമാക്കിയ ആൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദ ഇൻറ്റൻസിറ്റി സ്കെയിൽ യൂസ്ഡ് ഇൻ മെഷറിംഗ് എർത്ത് ക്വേക്ക്? എർത്ത് ക്വേക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? റിക്ടർ സ്കെയിലാണല്ലേ. റിക്ടർ സ്കെയിലിലെ മെഷർ ചെയ്യുന്ന ഒരു ഡയമെൻഷൻ എങ്ങനെയാണ്? 1 to 12 ആണ്. അപ്പോൾ 1 to 12 ഓപ്ഷൻ ബി 1 to 12 ആണ് അതിൻ്റെ ഉത്തരം. അതായത് റിക്ടർ സ്കെയിൽ ഇപ്പോൾ നമ്മൾ 7, 8 രേഖപ്പെടുത്തിയത് അത് ശക്തമായ ഭൂകമ്പമാണല്ലേ. അപ്പോൾ അത് 12 വരെ എന്ന് വെച്ചാൽ ഏറ്റവും ശക്തം 12 വരെയാണ്. ആ സ്കെയിലിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ 12 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ മെസോസ്ഫിയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്?
നമുക്കറിയാം മെസോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ലെയറാണ് മെസോസ്ഫിയർ. നമുക്കത് ഇതിൽ ഏതാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്ട്ലി എബവ് ദ സ്ട്രാറ്റോസ്ഫിയർ. അതെ, ശരിയാണ്. മീറ്റിയോറൈറ്റ്സ് ബേൺ അപ്പ് ഇൻ ലെയർ ഓൺ എൻ്ററിങ് ഫ്രം ദ സ്പേസ്. അതും ശരിയാണ്. ഇറ്റ് ഈസ് ദ തേർഡ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതും ശരിയാണ്. ഇനി എന്താ ഓപ്ഷൻ, എന്തായാലും ഓൾട്ടർനേറ്റ് ആയിട്ട് ഓപ്ഷൻ വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. അതാണ് തെറ്റായിട്ടുള്ളത്. എന്താണ്? ഇൻ ദിസ് ലെയർ ടെമ്പറേച്ചർ റൈസസ് വെരി റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ്. ഇവിടെ ടെമ്പറേച്ചർ അങ്ങനെ പെട്ടെന്ന് കൂടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഇന്ത്യൻ ആക്ട്രസ് വാസ് ചോസൺ ഫോർ ദ 2020 ക്രിസ്റ്റൽ അവാർഡ് ഗിവൺ ബൈ ദ വേൾഡ് എക്കണോമിക് ഫോറം ഫോർ സ്പ്രെഡിങ് അവയർനെസ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത്? ഓക്കെ, ഈ ഏത് ആക്ട്രസ്സാണ് ഈ ക്രിസ്റ്റൽ അവാർഡ് നേടിയതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദീപിക പദുക്കോണാണ്. ഓപ്ഷൻ സി, ദീപിക പദുക്കോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 15th ക്വസ്റ്റ്യൻ. വിച്ച് ഫോറസ്റ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് മൺസൂൺ ഫോറസ്റ്റ്? മൺസൂൺ, മഴക്കാടുകൾ എന്ന് പറയുന്നത് ഏതിനെയാണെന്ന്? ശരിക്കും അത് പറഞ്ഞാൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നാണ് അതിൻ്റെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അത് ഇതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റുകളാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഇൻസുലിൻ ഡെഫിഷ്യൻസി? നമുക്കറിയാം ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ല, ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഓപ്ഷൻ സി. ഓക്കെ, ഇൻസുലിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഡയബറ്റീസ് മെലിറ്റസ് വരും. ഓക്കെ, ഇനി ഇൻ എ കമ്പ്യൂട്ടർ വിച്ച് യൂണിറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസിങ് ഡാറ്റ ആൻഡ് ഈസ് ഓൾസോ കോൾഡ് ദ ഇലക്ട്രോണിക് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ? ഏതാ ബ്രെയിൻ? നമ്മുടെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും അറിയാം, കുഞ്ഞിലെ മുതൽ പഠിക്കുന്നതാണ്. ഏതാണ്? CPU അഥവാ സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അടുത്ത ദിവസം നോക്കാം. ഹു വാസ് ദ ബെസ്റ്റ് നോൺ ഫോർ ഹോയിസ്റ്റിംഗ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫ്ലാഗ് അറ്റ് ദ ഗൗലിയ ടാങ്ക് മൈതാൻ ഇൻ ബോംബെ ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ക്വിറ്റ് ഇന്ത്യയുടെ സമരനായിക എന്നൊക്കെ പറയുന്ന ആരാണ്? അരുണ അസഫ് അലി. ആ സ്ത്രീ തന്നെയാണ് ഇത് ഇവിടെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഭാരതരത്ന കിട്ടിയിട്ടുള്ള ഒരു വനിതയാണ് ആര്? അരുണ അസഫ് അലി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്ട്ലി പെയ്ഡ്? ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആന്ത്രോപോളജി എല്ലാം ശരിയാണ്. ഡെമോഗ്രഫി പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനമാണ്. ഹൈഡ്രോളജി ഓഷ്യൻ വെള്ളത്തെക്കുറിച്ചുള്ള പഠനമാണ്. അടുത്തത് പെഡോളജി. പെഡോളജി എന്താ? സ്റ്റഡി ഓഫ് സോയിൽസ് ആണല്ലേ. അപ്പോൾ ഇതിലെന്താ? ഇതിൽ ഫൈറ്റോ ജിയോഗ്രഫി എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് പെഡോളജി, ഓപ്ഷൻ എ. ഓക്കെ, 20th ക്വസ്റ്റ്യൻ നോക്കാം. ആതിഷ് ഇ ചിനാർ, ഫ്ലെയിംസ് ഓഫ് ചിനാർ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് വിച്ച് പൊളിറ്റീഷ്യൻ? ഇത് ഈ ഓട്ടോബയോഗ്രഫി, അതായത് ആത്മകഥ എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരാണെന്ന് നോക്കാം നമുക്ക്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയാണ്, അതായത് കാശ്മീരിലെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള. ഓക്കെ, ഓപ്ഷൻ സി, ഡി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ്, വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ദ 2019 വേൾഡ് വൈഡ് ഇൻഡെക്സ് ഓഫ് ക്യാൻസർ പ്രിപ്പയർനെസ്? ക്യാൻസറിൻ്റെ ഇതിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 19ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 1ാം സ്ഥാനം ഓസ്ട്രേലിയയ്ക്കും ഇന്ത്യക്ക് 19ാം സ്ഥാനവുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്? എന്ന് വെച്ചാൽ എന്താ? ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് ഡൽഹൌസി. ഡി ഫോർ ഡൽഹൌസി, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ഇതെന്താണ്? അതായത് രാജാക്കന്മാർക്ക് സ്വന്തമായി മക്കളില്ലെങ്കിൽ വേറെ ഒരാളെ ദത്തെടുത്ത് രാജാവകാശം കൊടുക്കാനുള്ള അധികാരം ഇല്ല. ആ നാട് ഇപ്പോൾ ആരുടെ സ്വന്തമാവും? ബ്രിട്ടീഷുകാരുടെ സ്വന്തമാവും. ഇതിനെയാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് ലോർഡ് ഡൽഹൌസിയാണ്. ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ പോസ്റ്റൽ വകുപ്പും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വകുപ്പും ആരംഭിച്ചത്. ഓക്കെ, ഇനി ഓൺ വിച്ച് ഡേ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ ഇൻ ഇന്ത്യ? നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26. അന്ന് തന്നെയാണിത് നാഷണൽ ലോ ഡേയും നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയും ആചരിക്കുന്നത്. എന്നാണ്? ഓപ്ഷൻ സി, 26 നവംബർ. റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ PSCയിലായാലും SSCയിലായാലും നമ്മുടെ RRBയിലായാലും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിക്കപ്പോഴും 8-10 ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇതിലും ഈ സെക്ഷനിലും അതായത് 25 ക്വസ്റ്റ്യൻസിന് 3-4 എന്തായാലും ചോദിക്കുന്നതാണ്. നമുക്കത് എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ഓക്കെ, 24th നോക്കാം. ഇൻ വിച്ച് ഇയർ വേർ ദ Kalbelia's folk song and dances of Rajasthan included in UNESCO's representative list of intangible cultural heritage? ഈ കാൽബേലിയ എന്നുള്ള ഫോക്ക് ഡാൻസ് യുനെസ്കോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2010-ലാണ്. ഓപ്ഷൻ ബി, 2010-ലാണ്. ഓക്കെ, യുനെസ്കോ ഇങ്ങനെ കുറേ ഡാൻസുകളും നമ്മുടെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ ഇങ്ങനെ ഒരു പട്ടികയിൽ പെടുത്താറുണ്ട്, പൈതൃക പട്ടികയിൽ പെടുത്താറുണ്ട്. അപ്പോൾ അത് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇത് വളരെ ഫേമസ് ആണ്. കൽബേലിയ രാജസ്ഥാനിലെ ഒരു ഫോക്ക് ഡാൻസാണ്. അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കരുതാം 2010-ലാണ് യുനെസ്കോ ഇത് ആഡ് ചെയ്തത്. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പനീസ് വാസ് ചൂസൺ ഫോർ ദ UN ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ അവാർഡ് ഇൻ ദ കാർബൺ ന്യൂട്രൽ നൗ കാറ്റഗറി ഇൻ സെപ്റ്റംബർ 2019? അതായത് എന്താണ് കാർബൺ ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്താണ് അവരുടെ കാർബൺ എമിഷൻ, അതായത് കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഗ്ലോബൽ വാർമിങ്ങും അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെയാണ്. പൊല്യൂഷൻ കൂടുന്നു, ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? എല്ലാ കമ്പനികളും അവരുടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നു. അങ്ങനെ എമിഷൻ കുറയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചതിൽ അവാർഡ് കൊടുത്തതാണ്. അത് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ഇൻഫോസിസ് ആണ്. നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് ഏറ്റവും വലിയ IT കമ്പനിയാണ് ഇൻഫോസിസ്. ഇന്ത്യയിലെ തന്നെ ഒരു വലിയ കമ്പനിയാണ്. TCS കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഇൻഫോസിസിനാണ്. ഓക്കെ, ആ ഇൻഫോസിസിനാണ് ഈ തവണത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 25 ചോദ്യങ്ങൾ ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് നോക്കുക. ഞങ്ങൾ ഇനി അടുത്ത ഷിഫ്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാം. ഇത് പാറ്റേൺ തന്നെയായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്, വലിയ വ്യത്യാസം വരാറൊന്നുമില്ല. പിന്നെ ഇതിൽ കറണ്ട് അഫയേഴ്സ് മാത്രം ഒന്ന് മാറാനൊക്കെ ചാൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.